പൂവാ വേണ്ടത്. അതാ പൂ വേണ്ടേ? അത് പറിക്കണോ? അത് കണ്ട അത് എന്ത് പൂവാന്ന് എനിക്ക് അറിയാവോ? ഇല്ലല്ലോ. അതാണ് അശോകം. ആ പൂ നീ പോയിട്ട് പറിക്കാൻ കഴിയെങ്കിലും ഒന്ന് പറിച്ചല്ലേ. പൂ പറിക്കണ്ട. ഇവിടെ നിന്ന് നോക്കിയാ മതി. അല്ല അങ്ങനെയല്ല, ഇത് തുടർന്നും തോന്നുമ്പോ മോൾ ആടെ പോയി നിന്നിട്ട് നോക്കും. എന്നാലാണ് പൂവ് കാണുക. ആടാ പറിക്കണ്ട. അത് പറിക്കണ്ട. എന്നാ ഒന്ന് പറിക്കുന്നുണ്ട് പറിച്ചോ. അത് ആടെ പോയിട്ട് പറിച്ചോ. അതാ ആടെ ആ മൂട്ട പിടിച്ചിട്ട് അപ്പുറത്തോട്ടോ. പറിക്കണ്ട. നീ അതിലേ കൂടി അങ്ങ് വാ. പിന്നെ എന്നിട്ട് ഇനി മോൾ അതിലേ വന്നിട്ട് അപ്പോ മുകളിലെല്ലാം നോക്കിയാട്ടെ. അല്ലെങ്കിൽ അതിലേക്ക് നോണോ മോളെ? ചെരുപ്പിട്ടിട്ടില്ല. അതിലേ കൊണ്ട് വേണ്ട. ഇതിലേ കൂടി വന്നിട്ട് നീ ആ പൂ നോക്കിയാട്ടെ. അതെല്ലാം എന്ത് നല്ല കൊണ്ടുണ്ട്. ഇല്ല മനുഷ്യ മുള്ളല്ല അത്. മുള്ളല്ല. അതന്നെ. അതന്നെ. രണ്ടെണ്ണം പറിച്ചു. ഒന്നും കൂടി 2-3 കൂടി പറിച്ചോ വേണ്ടിക്കില്ലേ? അങ്ങനെ മേലത്തെ പൂവെല്ലാം ഇട്ടാട്ടല്ലേ? അതന്നെ. അത് സാരമില്ല. അതാണ് ആ പൂവിന്റെ ഗുണം. ഇതാണ് അശോകം. പറയും ഇതാണ് അശോകം. ഹലോ ഗൈസ്, നിനക്കിത് ഈ ഫ്ലവറിന്റെ പേരെന്താണെന്നറിയാം? ഇതാണ് അശോകം. അപ്പം ഈ ഫ്ലവർ ഇങ്ങനെ ഉണ്ടായത് എൻ്റെ അമ്മമ്മ എനിക്ക് കഥ പറഞ്ഞ് തന്നെയാണ്. കൊണ്ടുവന്നപ്പോൾ സീത ഇരുന്ന സ്ഥലമാണ് അശോക മരത്തിൻ്റെ താഴെ. എൻ്റെ അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്ന കഥ. പക്ഷെ നമുക്ക് ചെറുങ്ങനെ അറിയോ, ഫുള്ളുമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം നിനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും, കനവായി തോർന്നിടും. വെൺശംഖിലെ ലയഗാന്ധർവമായി